ക്യാപ്ഷൻ ആവശ്യമില്ലാത്തൊരു വീഡിയോ ആണ് കേട്ടത്. 20 വർഷത്തിന് ശേഷം തൻ്റെ മകനെ തിരിച്ചു കിട്ടിയപ്പോഴുള്ള അവരുടെ രണ്ടുപേരുടെയും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ വാക്കുകളൊന്നും തന്നെയില്ല. അമ്മ എന്ന വാക്കിനെ 100% അന്വർത്ഥമാക്കുന്ന ആ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാർത്തയാണ്. മനഃപൂർവ്വമല്ലാത്ത ഒരു കയ്യബദ്ധം. അതിന് അദ്ദേഹം 20 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചു. നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് മുന്നിട്ടിറങ്ങി വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് മോചനം കിട്ടാൻ ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിച്ചു. പോസിറ്റീവും നെഗറ്റീവും പറയുന്നവരുണ്ടാകാം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ ഒരു അമ്മയുടെയും മകൻ്റെയും സന്തോഷം മാത്രം പോരെ നമ്മുടെയൊക്കെ മനസ്സ് നിറയാൻ, അല്ലേ? 20 വർഷത്തെ നിയമപരമായ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആ പുണ്യമായ ബലിപ്പെരുന്നാൾ ദിനത്തിൽ അബ്ദുൾ റഹീം സ്വന്തം മണ്ണിൽ തിരിച്ചെത്തി ഉമ്മയുടെ അരികിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കണ്ടു നിന്നവരുടെ എല്ലാം നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവുമല്ലേ. നീണ്ട 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ മകൻ തൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വീണത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നിരിക്കും. 20 വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ എല്ലാ വേദനയും ആ സ്നേഹത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ. ഇനി കഥ നമുക്കൊരു 20 വർഷം പിറകിലോട്ട് പോവാം. 2006 തൻ്റെ 26-ാം വയസ്സിലാണ് കേട്ടോ അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വിമാനം കയറുന്നത്. ഞാനും ഗൾഫിലേക്ക് പോയ അതേ വർഷം. ഏതൊരു പ്രവാസിയും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് നാടും വീടൊക്കെ വിട്ട് പ്രവാസം തിരഞ്ഞെടുക്കുന്നത്. അവിടെ റഹീമിനെ കാത്തിരുന്നത് വലിയൊരു നിയോഗമായിരുന്നു. കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക മെഡിക്കൽ ഉപകരണത്തിൻ്റെ സഹായത്തോടെ മാത്രം ശ്വസിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കുഞ്ഞിനെ പരിചരിക്കുക. തൻ്റെ ജോലിക്കിടയിൽ അവിചാരിതമായി പറ്റിയ ഒരു കയ്യബദ്ധം മനഃപൂർവ്വമായിരിക്കില്ല. അതിന് റഹീമിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവിതം തന്നെയായിരുന്നു. പിന്നെ ഈ അമ്മയുടെ 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. മോൻ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ. വധശിക്ഷ ഒഴിവാക്കാൻ കുട്ടിയുടെ കുടുംബം 34 കോടി രൂപ ആവശ്യപ്പെടുന്നു. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആ അമ്മയുടെ കണ്ണീരൊപ്പാൻ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ കൈകോർക്കുന്നു. 1ആയും 10ആയും ലക്ഷങ്ങളായും അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തി. അത് വെറുമൊരു തുകയായിരുന്നില്ല. ഒരു സ്നേഹനിധിയായ അമ്മയ്ക്ക് മലയാള ജനത നൽകിയ സ്നേഹത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ഉറപ്പായിരുന്നു.